ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്കിലെ ഹൈവേ ജിയോമെട്രിക് ഡിസൈൻ എന്നുള്ള സെക്ഷനിൽ നിന്നുള്ള സൈറ്റ് ഡിസ്റ്റൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് സൈറ്റ് ഡിസ്റ്റൻസ്? ഓക്കെ, ഇപ്പം നോക്കിയേ, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം, അതായത് നമ്മൾ റോഡ് ഡിസൈൻ ചെയ്യുമ്പം എത്ര സൈഡ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യും? 3 സൈഡ് ഡിസ്റ്റൻസസ് കൺസിഡർ ചെയ്യും. ഓക്കെ, എത്ര സൈഡ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യും? 3 ഓക്കെ, അത് ഏതൊക്കെയാണ്? എസ് എസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്താ? അബ്സല്യൂട്ട് മിനിമം സൈഡ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നോൺ പാസിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്ത എന്താ? ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം വെഹിക്കിൾ ഓടിച്ചുകൊണ്ട് പോവുകയാണ്, ഒരു ഒബ്സ്ട്രക്ഷനെ കണ്ടു, നമുക്ക് വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം ആ ഡിസ്റ്റൻസ്, ഓക്കെ, ആ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറയുന്നത്. ഇനി അടുത്ത എന്താ? ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു വെഹിക്കിൾ, നമ്മുടെ മുമ്പിൽ കൂടെ വേറൊരു വെഹിക്കിൾ പൊയ്ക്കൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് ഇവനെ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇതൊരു വെഹിക്കിൾ ആണെങ്കിൽ, ഓക്കെ, ഇതൊരു വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് ഇവനെ എന്ത് ചെയ്യണം? ഇവനെ ഓവർടേക്ക് ചെയ്ത് നമുക്ക് ഇവൻ്റെ ഫ്രണ്ടിൽ കയറി പോകണം. ഓക്കെ, അപ്പോൾ അത്രയും ദൂരം നമുക്ക് കാണണം അല്ലേ? അതിനാണ് എന്ത് പറയുന്നത്? ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറയുന്നത്. അടുത്തെന്താ? സേഫ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ എൻറ്ററിങ് ഇൻ ടു അൺകൺട്രോൾഡ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് റോഡ് കൂടുന്ന സ്ഥലം. ഓക്കെ, അപ്പം ഇത് കൺട്രോൾഡ് ആകാം, സിഗ്നൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് ഉണ്ടാകാം. ഓക്കെ, ഇനി ഇതൊന്നുമല്ല, ഇത് അൺകൺട്രോൾഡ് ആണ്. ഓക്കെ, കൺട്രോൾ ഒന്നുമില്ല, എല്ലാവരും നോക്കി പോവാണ്. ഇപ്പോൾ ഇവിടുന്ന് വരുന്ന വെഹിക്കിൾ ഇവിടെ ഈ സൈഡ് നോക്കിയിട്ട് ഇങ്ങോട്ട് പോവുകയാണ്, ഇവിടുന്ന് വരുന്ന വെഹിക്കിൾ ഈ 2 സൈഡ് നോക്കിയിട്ട് ഇങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അയാൾക്ക് എന്താണ്? അവിടെ കുറച്ച് സ്ഥലം വിസിബിൾ ആയിരിക്കണം അല്ലേ? ആ വിസിബിൾ ആകുന്ന ഒരു ഡിസ്റ്റൻസ് അവിടെ അവൈലബിൾ ആയിരിക്കണം. അതിനാണ് എന്ത് പറയുന്നത്? സേഫ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ എൻറ്ററിങ് ഇൻ ടു അൺകൺട്രോൾഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കിയേ, നമുക്ക് ഈ 3 സൈഡ് ഡിസ്റ്റൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിലും IRC 2 അഡീഷണൽ സൈഡ് ഡിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്, ISD എന്ന് പറയും, ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്. അടുത്തെന്താ? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 ടൈംസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആയിട്ടാണ്. എത്രയാണ്? ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ടൈംസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ വരാം. അടുത്തെന്താ? ഈ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെഹിക്കിൾ മുമ്പിലുള്ള വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്ത് ഇവിടെ വരണം അല്ലേ? അപ്പം ആ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, എന്താണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണ്? അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പം നമുക്കൊരു ലിമിറ്റഡ് ഓവർടേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ, പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എങ്ങനെയുള്ള വെഹിക്കിൾസിന്? ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിന്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിന് എന്ത് കിട്ടും? ഒരു ലിമിറ്റഡ് ഓവർടേക്കിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയാണ്? 2 ടൈംസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. ഇനി അടുത്ത എന്താ? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, IRC കൺസിഡർ ചെയ്യുന്ന എക്സ്ട്രാ നമ്മൾ പഠിച്ച 3 അല്ലാതെ എക്സ്ട്രാ കൺസിഡർ ചെയ്യുന്ന അടുത്താണ് എന്ത്? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വെഹിക്കിൾസിനൊക്കെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് വിസിബിൾ ടു ഡ്രൈവർ ഡ്യൂറിങ് നൈറ്റ് ഡ്രൈവിംഗ് അണ്ടർ ദ ഇലൂമിനേഷൻ ഓഫ് ഹെഡ്ലൈറ്റ്സ്. ഓക്കെ, നമുക്ക് ഡിമ്മും ഉണ്ട് ബ്രൈറ്റും ഉണ്ട് അല്ലേ? അപ്പം എന്താണ്? നമ്മൾ ഡിം അടിച്ചാൽ അല്ലെങ്കിൽ ഡിം ഓൺ ആക്കുമ്പോഴത്തേനും നമുക്ക് എത്ര ഡിസ്റ്റൻസ് കാണാം, അല്ലെങ്കിൽ ബ്രൈറ്റ് നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേനും നമുക്ക് എത്ര ഡിസ്റ്റൻസ് കാണാം? ആ ഡിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് പറയുന്നത് അപ്ഗ്രേഡിയൻസിലും വാലി സ്ട്രെച്ചസിലും ഒക്കെ ക്രിട്ടിക്കലാണ്. ഓക്കെ, നമ്മളിപ്പം ഒരു അപ്ഗ്രേഡിയൻറ്റ്, ഒരു വാലി, ഓക്കെ, അപ്ഗ്രേഡിയൻറ്റ് വെഹിക്കിൾ പോവുക, നമ്മൾ ഹെഡ്ലൈറ്റ് അടിച്ചു, ഫുള്ള് റോഡിൽ കിട്ടുമോ? ഇല്ല, ഇവിടെ വരെ റോഡിൽ കിട്ടത്തുള്ളൂ, ബാക്കി നമുക്ക് റോഡിൽ കാണത്തില്ല അല്ലേ? ഈ വാലി ആണെങ്കിലോ ഇവിടെ നമ്മൾ ഹെഡ്ലൈറ്റ് അടിച്ച്
ഓക്കെ, എവിടെ പോയി നിൽക്കും? ഇവിടെ പോയി നിൽക്കും. ഇവിടെ ശരിക്കും കാണാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രേഡിയൻറ്റും വാല്യൂ ഒക്കെ വരുമ്പോൾ അതെന്താണ്, കുറച്ച് ക്രിട്ടിക്കലാണ്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരെന്താ, അബ്സല്യൂട്ട് മിനിമം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെ അബ്സല്യൂട്ട് മിനിമം സൈഡ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്താ, നോൺ പാസിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന്. ഓക്കെ, ഇനി ഈ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ലെങ്ത് ഓഫ് ദ റോഡ് വിസിബിൾ എഹെഡ് ഓഫ് ഡ്രൈവർ അല്ലേ. എന്താ, ഒരു ഒബ്സ്ട്രക്ഷൻ കാണുമ്പം അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ അയാളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പം എന്താണ്, ആ ഒരു ഡ്രൈവർ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യണം, ഇവനെ ഹിറ്റ് ചെയ്യാതെ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ട് നിർത്തണം. അതാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രൈവറിന് മുമ്പിലോട്ട് കുറച്ച് എന്താണ് ഒരു വിഷൻ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ലെങ്ത് ഓഫ് ദ റോഡ് വിസിബിൾ ഹെഡ് ഓഫ് ഡ്രൈവർ ഡിപ്പെൻസ് ഓൺ, അതെന്താണ്, ആ ഡ്രൈവറിന് കാണാൻ പറ്റുന്ന ആ സ്ഥലങ്ങൾ. ഓക്കെ, ആ ലെങ്ത് എത്ര വരെ കാണാം എന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തേത് ഫീച്ചർ ഓഫ് ദ റോഡ് ഹെഡ്. ഓക്കെ, നമ്മുടെ മുമ്പിലുള്ളത് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് തന്നെയാണോ, അതോ വെർട്ടിക്കൽ പ്രൊഫൈലാണോ, അതോ ഇവിടെ നല്ല ട്രാഫിക് ഉണ്ടോ? ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അയാൾക്ക് കാണാൻ പറ്റുന്ന ആ റോഡിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫീച്ചർ ഓഫ് ദ റോഡ് എഹെഡ്. അടുത്ത എന്താ, ഹൈറ്റ് ഓഫ് ഡ്രൈവേഴ്സ് ഐ എബവ് ഗ്രൗണ്ട് സർഫസ്. ഓക്കെ, അതായത് വണ്ടി ഓടിക്കുന്ന ആൾ, ഓക്കെ, വണ്ടി ഓടിക്കുന്ന ആൾ വണ്ടിയുടെ അകത്ത് ഇരിക്കുക. ഓക്കെ, അപ്പോൾ അയാൾ സീറ്റിലൊക്കെ ആയിരിക്കുമല്ലോ ഇരുന്നത്. അപ്പോൾ അയാളുടെ ഐ ലെവൽ, ഓക്കെ, റോഡ് സർഫസിൽ നിന്നുള്ള അയാളുടെ ഐ ലെവൽ, ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വിസിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നീളം കുറഞ്ഞ ആളാണെങ്കിൽ എത്ര വിസിബിൾ ആയിരിക്കും? കുറവായിരിക്കും അല്ലേ. ഇച്ചിരി ഹൈറ്റ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ റോഡ് നന്നായിട്ട് വിസിബിളാവും. അപ്പോൾ എന്താണ്, ആ ഹൈറ്റ് ഓഫ് ഡ്രൈവർ ഐ എബവ് ദ റോഡ് സർഫസ് എന്നുള്ളതും ഒരു ഫാക്ടറാണ്. ഓക്കെ, IRC പറയുന്നത് എന്താണ്, ഈ ഹൈറ്റ് ഓഫ് ഡ്രൈവേഴ്സ് ഐ എബവ് റോഡ് സർഫസ് നമ്മൾ കാൽക്കുലേഷൻ പർപ്പസിനൊക്കെ 1.2 മീറ്റർ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എബവ് റോഡ് സർഫസ്. ഓക്കെ, നമ്മൾ ഇവിടെ നിൽക്കുക, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന കണ്ടു. ഈ ഒബ്ജക്റ്റ് ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇൻ കേസ് ഒരു വലിയ ഒബ്ജക്റ്റ് ആണ്, ഒരു വലിയൊരു ആനിമലൊക്കെ ആണെങ്കിലോ നമുക്ക് നന്നായിട്ട് കാണാം. ഓക്കെ, അപ്പം അതും എന്താണ്, ഡ്രൈവറിൻ്റെ ആ വിസിബിലിറ്റീനെ എന്ത് ചെയ്യാം, അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, സാധാരണ നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എബവ് റോഡ് സർഫസ്, ആ റോഡ് സർഫസിന് മേലിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 0.15 മീറ്റർ അല്ലെങ്കിൽ എത്രയാണ്, 15 സെൻറ്റിമീറ്റർ എന്നാണ് IRC കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഡ്രൈവറിന് കാണാൻ പറ്റുന്ന റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും? ഫീച്ചർ ഓഫ് ദ റോഡിനെ അഫക്റ്റ് ചെയ്യും, ഡ്രൈവറിൻ്റെ ഹൈ ലെവൽ റോഡ് സർഫേസിൽ എത്ര ഹൈറ്റ് ആണെന്നുള്ളതിനെ അഫക്റ്റ് ചെയ്യും. അടുത്ത എന്താണ്, ഒബ്സ്ട്രക്ഷൻ്റെ ഹൈറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നോക്കി, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആസ് പെർ IRC ഇതാണ് ഡെഫിനിഷൻ. എന്താണ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ മൂവിങ് വെഹിക്കിൾ, ഇവനാണ് മൂവിങ് വെഹിക്കിൾ, വിത്ത് ദ ഐ ലെവൽ ഓഫ് ദ ഡ്രൈവർ അറ്റ് എ ഹൈറ്റ് ഓഫ് എത്ര മീറ്റർ നമ്മൾ പറഞ്ഞ്, 1.2 മീറ്റർ ആൻഡ് ആൻ ഒബ്ജക്റ്റ് ഓഫ് 0.15 മീറ്റർ. ഓക്കെ, ഡ്രൈവറിൻ്റെ ഐ ലെവൽ 1.2 മീറ്ററിലുമാണ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 0.15 മീറ്ററിലും ആണെങ്കിൽ, സോ ദാറ്റ് നോ കൊളീഷൻ ഒക്കേഴ്സ് ഇൻ കേസ് എ സിറ്റുവേഷൻ എറൈസസ് ടു സ്റ്റോപ്പ് ദ വെഹിക്കിൾ. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യണം, വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴത്തേനും എന്തുണ്ടാവല്, കൊളീഷൻ ഉണ്ടാവല്. ആ ഡിസ്റ്റൻസ് എന്ത് അവൈലബിൾ ആയിരിക്കണം, റോഡിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് നോക്കിയേ, ഇവിടെ രണ്ട് ഡിസ്റ്റൻസ് ഈ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ. ഒന്നാമത്തെ എന്താണ്, റിയാക്ഷൻ ഡിസ്റ്റൻസ്, അടുത്ത എന്താ, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, റിയാക്ഷൻ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ, ആ സമയത്തായിരിക്കും അവിടെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, റിയാക്ഷൻ ആ ഒരു ഡിസ്റ്റൻസ് കഴിയുമ്പോൾ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ബ്രേക്ക് കൊടുക്കും. ഓക്കെ, ഇവിടെ വെച്ച് ബ്രേക്ക് കൊടുക്കും, ആ ബ്രേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പം അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് റിയാക്ഷൻ ഡിസ്റ്റൻസ്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു കാര്യം കണ്ടു, ബ്രേക്ക് അപ്ലൈ ചെയ്തു, അപ്പോൾ കണ്ടു, പെർസെപ്റ്റ് ചെയ്തു, അപ്പോൾ അതെന്താണ്,
ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെ സമ്മതിക്കും? ആ പെർസെപ്ഷൻ ടൈമിൻ്റെയും ബ്രേക്ക് റിയാക്ഷൻ ടൈമിൻ്റെ സമ്മായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കോഴി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൽക്കുന്നത് കണ്ടു. ഓക്കെ, നമ്മൾ പെർസെപ്റ്റ് ചെയ്തു അതൊരു ഒബ്ജക്റ്റാണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്നും പെർസെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന സമയം തൊട്ട് ആ ബ്രേക്ക് നമ്മുടെ ആക്സലറേഷൻ വന്ന് 0 ആവുന്ന സമയം വരെ, അതാണ് എന്ത്? ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ റിയാക്ഷൻ ടൈമിൽ എന്താണ്? ഒരു തിയറി ഉണ്ട്, അതായത് PIV തിയറി എന്ന് പറഞ്ഞിട്ട് തിയറി ഉണ്ട്. ആ തിയറിയിൽ നമുക്ക് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ PIV തിയറി അനുസരിച്ചിട്ട് 4 സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക എക്സാംസിനും വരലുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? പെർസെപ്ഷൻ, ഇൻ്റലക്ഷൻ, ഇമോഷൻ, വൊലീഷൻ. ഓക്കെ, എങ്ങനെയാണ്? പെർസെപ്ഷൻ, ഇൻ്റലക്ഷൻ, ഇമോഷൻ, വൊലീഷൻ, ഇങ്ങനെ 4 എന്ത്? ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പെർസെപ്ഷൻ ടൈമും പിന്നെന്താണ്? പെർസെപ്ഷൻ ടൈമും പിന്നെ എന്തുകൂടാണ് ആഡ് ചെയ്യുന്നത്? ബ്രേക്ക് റിയാക്ഷൻ ടൈമും കൂടാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ബ്രേക്ക് റിയാക്ഷൻ ടൈം, ഇതെല്ലാം ഓർത്തിരുന്നതാണ്. ഈ സ്ലൈഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ പറ്റി പറഞ്ഞു, പെർസെപ്ഷൻ, ഇൻ്റലക്ഷൻ, ഇമോഷൻ, വൊലീഷൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ എത്ര വരും? അറൗണ്ട് 2.5 സെക്കൻഡ്സ് ആണ് വരുന്നത്. ഓക്കെ, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, പിന്നെ ഒരു 1/2 സെക്കൻഡ് കൂടെ. അതെന്ന് പറയുന്നതാണ് എന്ത്? ടോട്ടൽ റിയാക്ഷൻ എടുക്കുന്ന സമയം. ഓക്കെ, സാധാരണ എല്ലാ കേസസിലും ഈ 2.5 സെക്കൻഡ്സ് എന്നുള്ളത് ആപ്ലിക്കബിൾ ആകാറുണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ പർപ്പസിനും ടോട്ടൽ റിയാക്ഷൻ ടൈം തന്നിട്ടില്ലെങ്കിൽ എത്ര എടുക്കണം? 2.5 സെക്കൻഡ്സ് എടുക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നമ്മൾ പറഞ്ഞു പെർസെപ്ഷൻ, ഇൻ്റലക്ഷൻ, ഇമോഷൻ, വൊലീഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ ദ സെൻസേഷൻ റിസീവ്ഡ് ബൈ ദ ഐക്ക് ഒരു സെൻസേഷൻ കിട്ടുക, ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുക, ഇയേഴ്സ് ഓഫ് ദ ഡ്രൈവർ ട്രാൻസ്മിറ്റഡ് ടു ബ്രെയിൻ. അതെങ്ങനെ പോകും? നമ്മുടെ കണ്ണിൽ നിന്നും ഇയേഴ്സിൽ നിന്നുള്ള സിഗ്നൽസ് എന്തുകൊണ്ട് പോകും? ബ്രെയിനിലോട്ട് പോകും. ഓർ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു പെർസീവ് ആൻ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ പെർസീവ് ചെയ്ത് ആ സിഗ്നൽസ് ബ്രെയിനിലോട്ട് പോകുന്ന ആ സമയത്തിന് എന്താണ് പറയുന്നത്? പെർസെപ്ഷൻ ടൈം എന്ന് പറയും. പെർസെപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അടുത്തെന്താ? ഇൻ്റലക്ഷൻ ടൈം. ഇൻ്റലക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ഡ്രൈവർ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഓക്കെ, പെർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, സിഗ്നൽ അങ്ങോട്ട് പോയി. ഇനി എന്ത് ചെയ്യുക? ഡ്രൈവറിന് അത് മനസ്സിലാവണം അല്ലേ? അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ, ഡ്രൈവർ അത് മനസ്സിലാക്കാൻ എടുക്കുന്ന സമയമാണ് എന്ത്? ഇൻ്റലക്ഷൻ ടൈം. ഇറ്റ് ഈസ് ഓൾസോ ദ ടൈം റിക്വയർഡ് ഫോർ കമ്പയറിങ് ദ ഡിഫറെൻറ്റ് തോട്ട്സ്. ഓക്കെ, അപ്പോൾ എന്താ? ഒരു സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടയോ, അങ്ങനെ ഓരോരോ തോട്ട്സ് മനസ്സിൽ കൂടെ വരും. ഓക്കെ, അതും എന്ത് വരുന്നുണ്ട്? ഇൻ്റലക്ഷൻ ടൈം എന്ന് പറയാം. ഓക്കെ, പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസേഷൻ, അതായത് എന്താ? ഇയർ എന്നൊക്കെയുള്ള സിഗ്നൽ ബ്രെയിനിലെത്തുക. അടുത്ത എന്താണ്? ആ ബ്രെയിന് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണോ, നിർത്തണോ, നിർത്തണ്ടയോ, ഡീവിയേറ്റ് ചെയ്ത് പോയാൽ മതിയോ, അങ്ങനെയൊക്കെയുള്ളതാണ് ഇൻ്റലക്ഷൻ ടൈം. അടുത്തെന്താ? ഇമോഷൻ. ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ഇലാപ്സ് ഡ്യൂറിങ് emotional, sensational and other mental disturbance such as fear, anger or any other emotional feeling, superstition, etc. അപ്പോൾ എന്താണ്? നമുക്കൊരു എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് നമ്മളൊരു അപകടം കണ്ട് ഭയന്നു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നമുക്ക് അപ്പോൾ ഒരു ഇമോഷൻ ഉണ്ടാകും. നമ്മൾക്ക് ആദ്യം നമ്മൾ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ഇതൊരു ഒബ്സ്ട്രക്ഷനാണ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാൻ പോകണം, നമ്മൾ ഇൻ്റലക്ഷൻ ടൈമിൽ നമ്മൾ മനസ്സിലാക്കി. അടുത്ത എന്താ? ഒന്നിൽ ഫിയർ, അല്ലെങ്കിൽ അതിനെന്താണ്? ആങ്കർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് അതിനെ ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഇമോഷൻസ് മനസ്സിലുണ്ടാകുന്ന ടൈമാണ് എന്ത്? ഇമോഷൻ ടൈം. വൊലീഷൻ ടൈം എന്ന് പറയുമ്പോൾ എന്താ? ടൈം ടേക്കൺ ബൈ ദ ഡ്രൈവർ ഫോർ ദ ഫൈനൽ ആക്ഷൻ. ഓക്കെ, എന്താണ്? നമ്മൾ ഫൈനലായിട്ട് എന്ത് ചെയ്യുക? ബ്രേക്ക് അപ്ലൈ ചെയ്യുക, അങ്ങനെ ഒരു തോട്ട് മനസ്സിലുണ്ടാകുന്നു. ഓക്കെ, അതിനാണ് എന്ത്? വൊലീഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ട. നമ്മൾ പെർസെപ്റ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? ബ്രെയിൻ ആ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അടുത്ത എന്താണ്? ഒരു ഇമോഷൻ ഉണ്ടാകുന്നു മനസ്സിൽ, ഫിയറോ ആങ്കറോ എന്തെങ്കിലും ഉണ്ടാകുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അത്ര 4 കാര്യമായിട്ട് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തെന്താ? നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞു. അതിനകത്ത് എന്തുണ്ട്? പെർസെപ്ഷൻ ടൈമുണ്ട്, ബ്രേക്ക് റിയാക്ഷൻ ടൈമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ലാഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? ലാഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ആ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഏത് ടൈമിൽ? ടോട്ടൽ റിയാക്ഷൻ ടൈമിൽ. ഓക്കെ, ടോട്ടൽ റിയാക്ഷൻ ടൈമിൽ
വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ? പെർസെപ്ഷൻ ടൈമും ബ്രേക്ക് റിയാക്ഷൻ ടൈമോടാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം അല്ലേ? അപ്പോൾ ആ ടോട്ടൽ റിയാക്ഷൻ ടൈമിൽ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? ലാഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ ഡിസ്റ്റൻസ് RD. ഇത് ഓക്കെ, നമ്മൾ പെർസെപ്ഷൻ ടൈമും ബ്രേക്ക് റിയാക്ഷൻ ടൈമും കൂടെ വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ബ്രേക്സ്. നമ്മൾ ബ്രേക്ക് റിയാക്ഷൻ ടൈം കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റോപ്പ് ആകുന്നത് വരെ അവൻ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മുടെ ലാഗ് ഡിസ്റ്റൻസും ബ്രേക്കിംഗ് ഡിസ്റ്റൻസും കൂടെ കൂട്ടുന്നതായിരിക്കും എന്ത്? ടോട്ടൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ലാഗ് ഡിസ്റ്റൻസ് കൂട്ടണം, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മൾ ആ ടോട്ടൽ റിയാക്ഷൻ ടൈമിൽ വെഹിക്കിൾ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് അല്ലേ? അപ്പം നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ആ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി. അത് മീറ്റർ പെർ സെക്കൻഡിലോ കിലോമീറ്റർ പെർ അവറിലോ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി T എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ. ഓക്കെ, ഇനി ഈ V തരുന്നത് കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ നമ്മൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം അല്ലേ? ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്നാക്കും. ഓക്കെ, അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 0.278 ഇൻറ്റു V ഇൻറ്റു T എന്നിട്ടാലും മതി. V കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ 0.278 V ഇൻറ്റു T എന്നിട്ടാലും മതി. ഓക്കെ, അപ്പോൾ ഇത് ഈ വാല്യൂസ് ഒക്കെ ഓർത്തിരിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ നമുക്ക് അറിയാം അല്ലേ? വെലോസിറ്റീനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 5/18 എടുക്കുക. മീറ്റർ പെർ സെക്കൻഡിലായി തരുന്നതെങ്കിൽ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻറ്റു 18/5 ഇടുക എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പം അതിട്ട് നമ്മൾ ചെയ്താൽ മതി. നമുക്കിപ്പം അത് കാരണം ഇക്വേഷൻസ് ഈ 278 എന്നുള്ള വാല്യൂസ് ഒന്നും വേണമെങ്കിൽ പഠിക്കേണ്ടി വരത്തില്ല. ഓക്കെ, പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോ. പക്ഷേ ബെറ്റർ പെട്ടെന്ന് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ആൻസർ മാറും. ഓക്കെ, T എന്ന് പറയുമ്പോൾ എന്താ? റിയാക്ഷൻ ടൈം. എത്ര സെക്കൻഡ്സ് ആണെന്നാണ് പറഞ്ഞത്? 2.5 സെക്കൻഡ്സ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത എന്താ? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ബ്രേക്ക് ചെയ്യുമ്പം വണ്ടി എത്ര ദൂരം പോകുന്നു കാണണം. അപ്പോൾ ലാഗ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടു, VT എന്ന് കണ്ടു. ഇനി ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എത്രയാണെന്നൂടെ കണ്ടുപിടിക്കണം. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് പറയുമ്പോൾ എന്താ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വർക്ക് ചെയ്യും അല്ലേ? നമ്മൾ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വർക്ക് ചെയ്യും. അതിനെ നമ്മൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? വെഹിക്കിളിന് ലോസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ആ വെഹിക്കിൾ ഒരു കൈനറ്റിക് എനർജി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ ലോസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയാണ് എന്ത് ചെയ്യുക? ഒരു വർക്കായിട്ട് സ്റ്റോർ ചെയ്യും. വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള വർക്കായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, W വെയിറ്റ് ഓഫ് വെഹിക്കിളാണ്, F കോഎഫിഷ്യൻ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ ആണ്. ഓക്കെ, വർക്ക് ഡൺ ഇൻ സ്റ്റോപ്പിംഗ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് വരും. ഓക്കെ, ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ഇൻറ്റു വെയിറ്റ് ഓഫ് ദാറ്റ് വെഹിക്കിൾ. ഫ്രിക്ഷണൽ ഫോഴ്സ് വന്നു. അത് ഇൻറ്റു വർക്ക് ഡൺ അല്ലേ? ഫോഴ്സായി. ഇനി ഏത് ഡിസ്റ്റൻസ്? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് B എന്ന് എടുത്തു. ഓക്കെ, അപ്പം ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ, എന്ത് കിട്ടി? വർക്ക് ഡൺ സ്റ്റോപ്പിംഗ് വെഹിക്കിൾ കിട്ടി. ഓക്കെ, വർക്ക് ഡൺ സ്റ്റോപ്പിംഗ് വെഹിക്കിൾ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. B എങ്ങനെ കണ്ടുപിടിക്കും? കൈനറ്റിക് എനർജി ലോസ്റ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? 12mv². 12mv²നെ നമ്മൾ എന്ത് ചെയ്യുക? എമ്മിനെ W/g വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു V² എന്നിടാം. ഓക്കെ, എന്തായി? W v²/2g എന്നാക്കി. അപ്പോൾ ഇതിനെ നമ്മൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടത്? F ഇൻറ്റു W നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു ബ്രേക്കിംഗ് ഡിസ്റ്റൻസുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. W ക്യാൻസലായി പോയി. അപ്പം ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ത് കിട്ടും? v²/2gF എന്ന് കിട്ടും. V എന്താണ്? വെലോസിറ്റി. G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, F കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ എന്ത് പറ്റും? മൂവിങ് വെഹിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു വെഹിക്കിളും ഒരു ഒബ്ജക്റ്റും തമ്മിൽ കൊളൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഒരു പാർക്കിംഗ് വെഹിക്കിളുമായിട്ട് കൊളൈഡ് ചെയ്യും. ഓക്കെ, ഇനി സ്കിഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊളീഷന് മുമ്പ് എന്ത് ചെയ്യും? കൊളീഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സ്കിഡിങ് ഉണ്ടാവുകയാണെങ്കിൽ, സ്കിഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഒന്ന് തെന്നി നീങ്ങുന്ന പോലെ വരുവാണെങ്കിൽ, അപ്പോൾ എന്താണ് അവിടെ? കൈനറ്റിക് എനർജി ലോസ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇൻ സ്കിഡിങ് ബിഫോർ കൊളീഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, സ്കിഡിങ് ഉണ്ടാകുമ്പോൾ എന്താണ്? കൈനറ്റിക് എനർജി ലോസ് എന്താ?
എം വി സ്ക്വയർ എന്നുള്ളത് നമ്മൾ W/G വി ഇനീഷ്യൽ സ്ക്വയർ, ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് ഫൈനൽ വെലോസിറ്റി സ്ക്വയർ എന്നിട്ടേക്കും, അത്രേ ഉള്ളൂ കൈനറ്റിക് എനർജി ലോസ്റ്റ്. അതിനെ നമ്മൾ സ്കിഡിങ് ബിഫോർ കൊളീഷൻ ടിക്കറ്റ് FWB. അപ്പോൾ ഇതായിരിക്കും സ്കിഡിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണേലും ഡബ്ല്യൂയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിഡിങ് ഡിസ്റ്റൻസ് B എന്താണെന്ന് കിട്ടും? വി ഇനീഷ്യൽ സ്ക്വയർ മൈനസ് വി ഫൈനൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2GF എന്ന് പറയുന്നത് എന്ത് കിട്ടും? സ്കിഡ് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ഇൻ കേസ് സ്കിഡ് ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ. അടുത്ത് നോക്കിയേ, നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ഫ്രിക്ഷൻ ആണ് F. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന F. A എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടാർഡേഷൻ ഡെവലപ്ഡ് ഡ്യൂറിങ് ബ്രേക്കിംഗ്. ഓക്കെ, അതായത് നമുക്ക് ആക്സിലറേഷൻ പോലെ തന്നെ റിട്ടാർഡേഷൻ ഉണ്ട്, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡ്യൂറിങ് ബ്രേക്കിംഗ് ടൈം. ഓക്കെ, അപ്പോൾ ആ റിട്ടാർഡേഷൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റിട്ടാർഡേഷൻ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നമ്മുടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. നമ്മൾ ലെവൽ സർഫസ്, ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് F അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് പഠിച്ചത്? VT ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ത് വരും? V²/2GF എന്ന് പഠിച്ചല്ലേ. ഇനി നമുക്ക് V km/h തരുന്നതെങ്കിൽ എങ്ങനെ വരും? V എന്താവും? 0.278 എന്നാവും. ഓക്കെ, പിന്നെ ഇവിടെ ജിയുടെ വാല്യൂ 9.81 അറിയാം, 2 ഉണ്ടെന്നറിയാം, V 0.278 ദ ഹോൾ സ്ക്വയർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പം അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുമ്പം എന്ത് വരും? V²/254F എന്ന് വേണമെങ്കിൽ എഴുതാം. ബെറ്റർ ഈക്വേഷൻ പഠിക്കുന്നതാണ്. ഇൻ കേസ് കാണാൻ പഠിക്കാൻ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഈക്വേഷൻ പഠിച്ചും പ്രോബ്ലം സോൾവ് ചെയ്യാം. ഞാൻ സോൾവ് ചെയ്യുന്നതല്ല, ഈ ഈക്വേഷൻസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കി, നമ്മളിതിപ്പോൾ ലെവൽ സർഫസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരു ഇൻക്ലൈൻഡ് സർഫസ് വരിക, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്, ഗ്രേഡിയൻ്റ് n% ആണ്. അപ്പ് ഗ്രേഡിയൻ്റ് ആകാം, എന്ത് ചെയ്യാം? ഡൗൺ ഗ്രേഡിയൻ്റ് ആകാം. ഓക്കെ, ഗ്രേഡിയൻ്റ് n% വരുമ്പോൾ എങ്ങനെ വരും? അസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ, ഓക്കെ, അസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണം? VT പ്ലസ് V²/2G ഇൻറ്റു എന്ത് വരും? അതിൻ്റെ കൂടെ എന്ത് വരും? 2G ഇൻറ്റു F പ്ലസ് ഓർ മൈനസ് പെർസെൻറ്റേജ് അല്ലേ, അതുകൊണ്ട് 0.01 ഇൻറ്റു N എന്ന് പറഞ്ഞ ഗ്രേഡിയൻ്റ്. ഓക്കെ, ഈ പ്ലസ് വരുന്നത് എപ്പോഴാണ്? പ്ലസ് വരുന്നത് നമ്മുടെ അസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ. ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണെങ്കിലോ നെഗറ്റീവ് വരും. ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ നെഗറ്റീവ് വരും. ഇനി ഈക്വേഷൻ നമ്മൾ വ്യത്യാസം എന്താ? ഇവിടെ V മാറി 0.278 V എന്ന് വരും. V²/254 ഇൻറ്റു F പ്ലസ് ഓർ മൈനസ് 0.01 N എന്ന് വരും. ഓക്കെ, ഇനി ലെവൽ സർഫസ് തന്നെയാണ്, പക്ഷേ ഒരു ബ്രേക്കിങ്ങിന് ഒരു എഫിഷ്യൻസിയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബ്രേക്കിംഗ് നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി ആണോ, അല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറവുള്ള വെഹിക്കിളാണോ, അതാണ് ഈറ്റ എന്ന് പറയുന്നത്, ബ്രേക്കിംഗ് എഫിഷ്യൻസി. ഈറ്റ വരുമ്പോൾ എന്ത് വരും? നമ്മുടെ സെയിം ഇക്വേഷൻ VT പ്ലസ് V²/2GFൻ്റെ കൂടെ ഒരു ഈറ്റയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി km/h 0.278 VT പ്ലസ് V²/254F ഇൻറ്റു ഈറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലൈഡാണ്. ഇതെല്ലാം പഠിക്കണം, ഓരോ കേസിലുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇനി നോക്കിയേ, മിനിമം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം സിംഗിൾ ലൈനാണ്, ഒറ്റ ലൈനാണ്, വൺ വേ ട്രാഫിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ആകുമ്പം മിനിമം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, ഇനി സിംഗിൾ ലൈനാണ്, പക്ഷേ എന്താണ്? 2 വേ ട്രാഫിക്കാണ്. സിംഗിൾ ലൈനാണ്, 2 വേ ട്രാഫിക്കാണ്. അപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്ത് വേണം? 2 ടൈംസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് വേണം. ഓക്കെ, ഇനി അടുത്തത് 2 ലൈന് ഡിവൈഡഡ് ആണ്, 2 ലൈനാണ്, 2 വേ ട്രാഫിക്കാണ്. ഓക്കെ, 2 ലൈനാണ്, 2 വേ ട്രാഫിക്കാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറയുമ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നെ മതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇൻവേരിയബിളി റോഡിൻ്റെ ത്രൂ ഔട്ട് ലെങ്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി IRC സ്പെസിഫിക്കേഷൻ ഉണ്ട് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്. വൺ വേ സിംഗിൾ ലൈൻ റോഡിന്, ഓക്കെ, ഐഡിയൽ കണ്ടീഷനിൽ വൺ വേ സിംഗിൾ ലൈൻ റോഡിൽ IRC പറയുന്നുണ്ട്, ഐഡിയലായിട്ട് കുറച്ച് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഡിസൈൻ സ്പീഡ് 20 ആകുമ്പോൾ SSD 20 വരും, ഡിസൈൻ സ്പീഡ് 25 ആകുമ്പോൾ SSD 25 വരും, ഡിസൈൻ സ്പീഡ് 30 ആകുമ്പോൾ SSD 30 വരും, ഡിസൈൻ സ്പീഡ് 40 ആകുമ്പോൾ ഇവിടം വരെ അത് തന്നെ. 40 ആകുമ്പോൾ എന്ത് കൂടി? 5 കൂടി, 45 ആയി. ഓക്കെ, 50 ആകുമ്പോൾ എത്ര കൂടി? 10 കൂടി 60 ആയി. ഓക്കെ, ഓർക്കാനാണ് ഇത് പറയുന്നത് കൂടി എന്നൊക്കെ. അടുത്ത 60 km/h ആകുമ്പോഴോ ഡിസൈൻ സ്പീഡ് 80,
65 ആകുമ്പോഴോ 90, 80 ആകുമ്പോഴോ 120, 100 ആകുമ്പോഴോ 180. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാതെ IRC സ്പെസിഫിക്കേഷൻ ഐഡിയൽ കണ്ടീഷനിൽ എത്രയാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് സിംഗിൾ ലൈൻ റോഡിലെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ഒത്തിരി കാണാനൊന്നും പഠിച്ചു വെച്ചില്ലെങ്കിലും ഏകദേശം ഓർക്കുക. ആദ്യത്തെ 3 സെയിം ആണ്, അടുത്തതിന് 5 കൂടും, അടുത്തതിന് 10 കൂടും, പിന്നെ 20 കൂടും, പിന്നെ എത്ര കൂടും? 65 25 അല്ലേ, 65 25 90. ഓക്കെ, പിന്നെ എത്ര കൂടി? 80 + 40 ആണ് 120, പിന്നെ എത്ര കൂടി? 80 കൂടി. അപ്പോൾ ഏകദേശം ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കിയേ, ഒരു എക്സാമ്പിളാണ്. നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. വെലോസിറ്റി 50 km/h ആണ് തന്നിരിക്കുന്നത്. ഏതിനൊക്കെയാ? 2-way ട്രാഫിക് ഇൻ 2-lane റോഡ്. ഓക്കെ, 2-way ട്രാഫിക് 2 ലൈൻ ആണ്, 2-way ട്രാഫിക് ആണ്. അപ്പോൾ എത്രയായിരുന്നു സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? SSD തന്നെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു. അടുത്ത എന്താ? 2-way ട്രാഫിക് ഇൻ സിംഗിൾ ലൈൻ റോഡ്. സിംഗിൾ ലൈൻ റോഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അപ്പോൾ SSD എത്രയായിരുന്നു? 2 times SSD ആയിരുന്നു. ഓക്കെ, ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് 0.37 തന്നിട്ടുണ്ട്, റിയാക്ഷൻ ടൈം 2.5 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അറിയാവുന്ന എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 50 km/h. ഓക്കെ, അപ്പോൾ ഈ 50 km/h നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണം? ഇൻറ്റു 5/18 വെച്ച് m/s ആക്കണം. അപ്പം 50 × 5/18 നോക്കണം. ഓക്കെ, അപ്പോൾ എത്ര വരും? ഒരു അറൗണ്ട് ഒരു 13.9 m/s വരും. നിങ്ങൾ ചെയ്ത് നോക്കണേ. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്ന എന്തുണ്ട്? F ഈസ് ഈക്വൽ ടു 0.37 അറിയാം. റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ 2.5 seconds എന്നറിയാം. അപ്പം ഇനി സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് എന്താണ്? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആയിരുന്നു. ലാഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ VT, ബ്രേക്കിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ V²/2GF. എല്ലാ വാല്യൂസും ഉണ്ടല്ലോ. V കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, 13.9 എന്നുണ്ട്, T എന്ന് പറയുമ്പോൾ 2.5 ഉണ്ട്, പ്ലസ് എന്താണ്? V കൺവേർട്ട് ചെയ്തെടുത്ത് 13.9 2 × 9.81 × F.37. ഓക്കെ, ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പം എനിക്ക് വന്നത് 61.4 എന്നാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. 61.4 മീറ്റർ എന്നാണ് നമുക്ക് SSD കിട്ടിയത്. അപ്പം 2-way ട്രാഫിക് ഇൻ 2-lane റോഡിന് എത്ര വരും? 61.4 വരും. 2-way ട്രാഫിക് ഇൻ സിംഗിൾ ലൈൻ റോഡിന് എത്ര വരും? 2 × 61.4 എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 122.8 മീറ്ററിന് വരും. ഓക്കെ, ഇത് ചെയ്ത് നോക്കണം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, എക്സാമ്പിൾ 2. ഫൈൻഡ് ദ മിനിമം സൈഡ് ഡിസ്റ്റൻസ് ടു അവോയ്ഡ് ഹെഡ് ഓൺ കൊളീഷൻ ഓഫ് 2 cars. 2 കാറുണ്ട്, അവരുടെ ഹെഡ് ഓൺ കൊളീഷൻ എന്ത് ചെയ്യണം? നമുക്ക് അവോയ്ഡ് ചെയ്യണം. ഇനി എന്താ? രണ്ടും അപ്രോച്ചിങ് അറ്റ് സ്പീഡ് 90 km/h ഒരുത്തൻ പോകുന്നത്. ഒരുത്തൻ 90 km/h, 90 km/h. അടുത്തത് എന്താണ്? 60 km/h മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, റിയാക്ഷൻ ടൈം തന്നിട്ടുണ്ട് 2.5 seconds ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ഫ്രിക്ഷൻ 0.7 ആണ്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? ബ്രേക്കിംഗ് എഫിഷ്യൻസി 50% ആണെന്ന് പറഞ്ഞിട്ടുണ്ട് 2 കേസസിലും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഓരോന്നെടുക്കുക. V1 എത്ര വരും? ഫസ്റ്റ് വെഹിക്കിളിൻ്റെ വെലോസിറ്റി 90 അല്ലേ? 90നെ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്ത് ഇൻറ്റു 5/18 വെച്ചിട്ട് m/s ആക്കുക. ഓക്കെ, അടുത്ത എന്താ? V2 എത്ര വരും? 60 × 5/18 m/s. ഓക്കെ, ഫസ്റ്റ് വെഹിക്കിളിൻ്റെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് SSD 1 എന്ന് എടുക്കുക. അപ്പോൾ അതെന്തെടുക്കുക? VT + V²/2GF. എല്ലാ വാല്യൂസും ഉണ്ട് നമുക്ക്. 2GF × ഈറ്റ എന്നൂടെ വരും. എന്താ? അവിടെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കൂടെ ഉള്ളതുകൊണ്ട് ഈറ്റ എന്ന് വരും. ഈറ്റ എത്രയാണ്? 50% നമുക്ക് തന്നേക്കുന്നത് അല്ലേ? ഈറ്റ ഈസ് ഈക്വൽ ടു 50% എന്ന് തന്നേക്കുന്നത്. അപ്പോൾ ഈറ്റ എന്ന് പറയുന്നത് നമ്മൾ പെർസെൻറ്റേജിൽ എടുക്കുമ്പോൾ എത്ര വരും? 0.50 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂയും കിട്ടി. V കിട്ടി, T 2.5, V² നമ്മൾ ഇത് കണ്ടുപിടിക്കുന്ന വാല്യൂ, G സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, F 0.7, ഈറ്റ 0.5. ഓക്കെ, അപ്പോൾ SSD 1 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അറൗണ്ട് 153.6 മീറ്റർ എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് അത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി SSD 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 60 × 5/18 VT × T 2.5 പ്ലസ് V², ഈ വാല്യൂവിൻ്റെ സ്ക്വയർ /2GF ഈറ്റ. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 82.2 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ 2 സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഉണ്ട്. ഇവന് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് 153.6 വേണം. ഇവനോ
82.2 വേണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സം ആയിരിക്കേണ്ടത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പം നമ്മൾ ടോട്ടൽ SSD എന്ന് പറയുമ്പോൾ എത്ര വരും? SSD 1ഉം SSD 2ഉം കൂടെ കൂട്ടുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത പ്രോബ്ലം നോക്കിയേ. ഫൈൻഡ് ദ SSD ഫോർ എ ഡിസെൻഡിങ് ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻറ്റ് വന്നു, ഡിസെൻഡിങ് ഗ്രേഡിയൻറ്റ് ഓഫ് 2%, ഡിസൈൻ സ്പീഡ് 80 km, കോഎഫിഷ്യൻ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ഫ്രിക്ഷൻ 0.35. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട് എത്ര? 80. അപ്പോൾ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 18 m/s. അപ്പോൾ V കിട്ടി. ഓക്കെ, ഇനിയും ടി എത്ര ആയിരിക്കും? തന്നിട്ടില്ല. എത്ര എടുക്കണമെന്ന് പറഞ്ഞാൽ 2.5 seconds. അപ്പം VT കിട്ടി. ഇനി V സ്ക്വയർ ഇതിനകത്ത് നിന്ന് എടുക്കാമല്ലോ, ഇതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു G ഇൻറ്റു F, കോഎഫിഷ്യൻ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ഫ്രിക്ഷൻ 0.35 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്തോടെ മൾട്ടിപ്ലൈ ചെയ്യണം? എഫിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? എഫ് പ്ലസ് ഓർ മൈനസ് ആയിരുന്നു അല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് പ്ലസ് ഓർ മൈനസ് 0.01 n എന്നായിരുന്നു അല്ലേ? അപ്പോൾ എങ്ങനെ വരും? V സ്ക്വയർ ബൈ 2G, എഫ് എത്ര വരുന്നു? 0.35. ഇപ്പോൾ ഇവിടെ അസെൻഡിങ് ആണ് ഡിസെൻഡിങ് ആണ്? ഡിസെൻഡിങ്. അപ്പം 2 മൈനസ് 0.01 ഇൻറ്റു 2. ഓക്കെ, അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ആൻസർ വരുന്ന അറൗണ്ട് ഒരു 132 meters ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫൈൻ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്. രണ്ടെണ്ണം കണ്ടുപിടിക്കണം. ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം, ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. ഫോർ എ ഡിസൈൻ സ്പീഡ് 65 km/h, യൂസ് F = 0.36, T = 2.5. അപ്പം ഡിസൈൻ സ്പീഡ് നമുക്ക് തന്നിരിക്കുന്നത് എത്ര? 65 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 18 m/s. ഓക്കെ, ഇനി സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? SSD = VT. T തന്നിട്ടുണ്ട് 2.5. V സ്ക്വയർ കണ്ടുപിടിക്കാം, 2G ഇൻറ്റു F. ഇതായിരുന്നു സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, ഇത് തന്നെയാണ് എന്ത്? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്താ? ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞു ISD എന്ന് പറഞ്ഞു. ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്തായിരുന്നു? ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2 times സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലേ? അപ്പം 2 times ഈ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. എത്ര വരുമെന്ന് അറിയാവോ? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് അറൗണ്ട് ഒരു 91 meters വരും. 90 point something 91. ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പറയുമ്പോൾ എത്ര വരും? 2 × 91 അറൗണ്ട് ആകുമ്പോൾ 182 meters വരും. ഓക്കെ, റൗണ്ട് ചെയ്തതാണേ. ഒന്ന് നോക്കിക്കോണേ അങ്ങനെ തന്നെ കിട്ടുന്നുണ്ടോന്ന്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ MCQs നോക്കാവേ. താങ്ക് യു.